ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സാമ്പാർ പൗഡറിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. എല്ലാവരുടെ വീട്ടിലും എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മുടെ ഈ സാമ്പാർ പൗഡർ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് വറ്റൽമുളകാണ്, നമ്മുടെ ഉണക്കമുളക്. അത് നമ്മളൊരു 100 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. അതിതുപോലെ പാനിലിട്ടിട്ട് നന്നായിട്ട് വറുത്തിട്ടെടുക്കുക. ഒരു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം ഇത് നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ആ സെയിം പാൻ തന്നെ എടുത്തിട്ട് അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ പച്ചമല്ലി ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ഒരു പിടി കറിവേപ്പില കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സാധാരണ നമ്മൾ നേരത്തെ മുളക് വറുത്തെടുത്തതുപോലെ തന്നെ മല്ലിയും നന്നായിട്ട് വറുത്തെടുക്കുക. നന്നായിട്ട് വറുത്തെടുത്ത് നല്ല സ്മെല്ലെല്ലാം വരാൻ തുടങ്ങുന്ന സമയത്ത് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് നമുക്ക് നേരത്തെ നമ്മൾ മുളക് മാറ്റി വെച്ചിട്ടുള്ള പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആ സെയിം പാൻ തന്നെ വീണ്ടും സ്റ്റൗവിൽ വെക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ കടലപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ പരിപ്പുണ്ടെങ്കിൽ ഇത് തന്നെ ചേർക്കുക. ഇല്ല എങ്കിൽ സാധാരണ കറിയെല്ലാം വെക്കുന്ന കടലയുണ്ടല്ലോ, അതൊരു 4 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. അതുപോലെ തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ തുവരപ്പരിപ്പും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 4.5 ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്ന് പരിപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് മൂന്നും കൂടെ ഇനി വീണ്ടും ഒന്ന് വറുത്തെടുക്കുകയാണ്. സാധാരണ നമ്മൾ വറുത്തെടുത്തതുപോലെ ഇതും നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മുളകും മല്ലിയെല്ലാം ഉണ്ടല്ലോ, അതിലേക്ക് ഇതിട്ട് കൊടുക്കുക. വീണ്ടും ആ സെയിം പാൻ തന്നെ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മട്ട അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതും നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. അരി നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫാക്കിയിട്ട് അത് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ വറുത്തെടുക്കുന്നത് ഉലുവയും അതുപോലെ തന്നെ കടുകും കൂടെയാണ്. അത് രണ്ടും നമ്മൾ 1 ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതും നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫാക്കിയിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കൂട്ടിലേക്ക് നമ്മളിത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. വീണ്ടും സ്റ്റൗവിൽ പാൻ വെക്കുക. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതും വറുത്തെടുക്കുക. നന്നായിട്ട് വറവായി വരുന്ന സമയത്ത് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കൂട്ടിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ശേഷം മിക്സിയുടെ പൊടിക്കുന്ന ജാർ എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സ്പൈസസ് ഒരു പകുതിയോളം ഇട്ട് കൊടുക്കുകയാണ്. കൂടെ തന്നെ നമ്മൾ കറിക്കെല്ലാം യൂസ് ചെയ്യുന്ന കായം ചേർക്കുന്നുണ്ട്. അതൊരു 2 ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത്. നമ്മളിപ്പോൾ കായത്തിൻ്റെ പൗഡറാണ് ചേർക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ കായത്തിൻ്റെ പൗഡറല്ല കട്ടയാണുള്ളത് എങ്കിൽ നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. എണ്ണയിൽ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. ഇതിനോടൊപ്പം തന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ഇതുപോലൊരു ബൗളിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കുകയാണ്. ഇനി ബാക്കിയുള്ള സ്പൈസസും കൂടെ പൊടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ആ സെയിം മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ബാലൻസ് വന്നിട്ടുണ്ടായിരുന്ന സ്പൈസസ് എല്ലാം തന്നെ ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ഇതുപോലൊരു വലിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കൂടെ തന്നെ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സ്പൈസസിൻ്റെ പൗഡർ ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം പൊടിച്ചതിൽ നമ്മൾ കായത്തിൻ്റെ പൗഡറും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നത്. ഒരു വലിയ ബൗളിലിട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നത്. ഇനി ഇത് നമുക്ക് ഇതുപോലൊരു ടിന്നിലേക്ക് ഇട്ട് അടച്ച് വെച്ച് സൂക്ഷിച്ച് വെക്കാം. ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാം. ഒരു 6 മാസം വരെ നമുക്കിത് കേടുകൂടാണ്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടിഷ്ടമായെന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ന്യൂ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.